നമുക്കേ ഒരു ഏലത്തേന്ന് എങ്ങനെ നടാനായിട്ട് തട്ടിയെടുക്കുന്നതെന്ന് നോക്കാവേ. ഇത് ഈ നിൽക്കുന്നുണ്ടോ, ഇതിപ്പോൾ ഇതിലൊരു ചെറിയ ചിമ്പുണ്ടേ, പിന്നെ ഇതുപോലൊരു ചിമ്പ് അടിച്ച് വരുന്നുണ്ട്. ഇതിവിടെ വെച്ചിട്ട് നമ്മളൊരു വാക്കത്തി വല്ലതും ഉപയോഗിച്ച് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈക്ക് വലിച്ചിളക്കിയെടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മുള്ളോ വല്ലതും ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ട് കുലുക്കി പറിച്ചെടുക്കാം. നമുക്കിതേന്ന് ഇത് കണ്ടോ, ഇത് ഓൾറെഡി ഒരു തട്ടയിൽ ചെറുത് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ശരം തട്ടയും വരുന്നുണ്ട്. ഓൾറെഡി ശരം അപ്പുറത്തേതല്ല കേട്ടോ, ഇതിലല്ല. ശരമില്ലാത്തത് നോക്കി ഇതുപോലൊരു തട്ട പറിച്ചെടുക്കാം. ഈ ബൾബ് പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കണം. ഈ ഒരു ബോൾ പോലെ നിൽക്കുന്നില്ലേ, ഇതിൻ്റെ വേര് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുണ്ടോ, ഇതിവിടെ ഇതും കൂടെ കൂടിയ പിന്നെ ഇവിടെ പുതിയൊരു മുള വരുന്നുണ്ട്. ഇതൊരു ഒറ്റ വർഷം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു 10, 30, 35, 40 തട്ടയാക്കി ഇതുപോലെ കായ്ക്കാൻ തുടങ്ങും കേട്ടോ. ഇനി അങ്ങനെ ഇത് നടുന്നതെന്നുള്ളത് നോക്കാവേ. കുഴി കുത്തുന്ന സമയത്ത് ഇവിടെ മഴ പെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ക്യാമറ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഇതുപോലൊരു ഏലത്തിൻ്റെ അത്രയും പൊക്കമുള്ളൊരു കമ്പ് ആദ്യം വെട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ 1-2 കയറ് പലയിടത്തായിട്ട് കെട്ടണം. ഇത് ഞാൻ മണ്ണിൽ ഉറപ്പിച്ചിട്ടില്ല, ഇതുകൊണ്ടോ ചുമ്മാ അന്തരീക്ഷത്തിൽ നിൽക്കുക. ഇവിടെ ഒരിക്കലും മണ്ണിനടിയിൽ താന്നു പോകരുത്. ഈ വേര് മാത്രമേ മൂടാവുള്ളൂ. വേര് മാത്രം കൈക്കിങ്ങനെ മണ്ണിട്ട് ഈ വേര് കളയാതെ ഈ വേര് മാത്രം മൂടുക. കണ്ടോ, അത്രേ ഉള്ളൂ. വേര് മാത്രം മൂടി ഈ ബൾബ് പോലെ നിൽക്കുന്ന ഭാഗമല്ലേ, ഇതൊരിക്കലും താഴെ പോകരുത്. ഇതെന്നാണ് ഇതുപോലെ പുതിയ ചിമ്പടിക്കുന്നത്, അതുപോലെ ശരമടിക്കുന്നത്. ഇതൊരിക്കലും മണ്ണിനടിയിൽ പോകരുത്. ഇത് നല്ലൊരു തട്ടയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു തട്ടയാണ്. ഇവിടെ ഒരു 3 എണ്ണം ഇപ്പോൾ ഓൾറെഡി ഇതിലുണ്ട്. 4ാമത് ഇവിടെ ഒരെണ്ണം പൊട്ടുന്നുണ്ട്. ഇതൊരു 6 മാസം കൊണ്ട് തന്നെ ഒരു 10-20 ചിമ്പാക്കി എടുക്കാം കേട്ടോ. എന്നെ കഴിഞ്ഞ് നോക്കുക, നല്ല ഹൈറ്റുള്ളൊരു അടിപൊളി ഒരു തട്ടയാണ് ഇത് കേട്ടോ. ഇത് നല്ല തട്ടയുടെ ഒരു ലക്ഷണമായത് കണ്ടോ. ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ ഒരു തട്ടയാണ്. ഇച്ചിരി മണ്ണിങ്ങനെ ഇട്ട് ഈ വേരി മാത്രം മണ്ണിട്ട് ഇനി എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തല്ലി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ചപ്പ് വാരിയിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ഇച്ചിരി ചപ്പ് വാരി ഇടുകയാണെങ്കിൽ ആ ചപ്പിനടി നിറച്ച് വേരാവും. ഇപ്പം നമ്മൾ ആദ്യം കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്ത് നട്ടാൽ നല്ലതാണ്. കുറച്ച് മസൂറിയും കൂടെ കേട്ടോ, കരിവളം എന്ന് പറയുന്ന മസൂറിയും കൂടെ മിക്സ് ചെയ്തിട്ട് നടുവാണെങ്കിൽ അത്യാവശ്യം അടിവളമായിട്ട് കൊടുക്കാം. ഇതിന് ശരിക്കും അടിവളമല്ല എടുക്കുന്നത്, ഇത് മുകളിൽ വേരാണ് എടുക്കുന്നത്. താഴെ നടുന്ന സമയത്ത് ഒരു ചെറിയ തോതിലൊരു വളം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മണ്ണ് മാത്രമേ ഇതിൽ വരാവുള്ളൂ. കണ്ടോ, ഈ രീതിയിൽ നിൽക്കണം. ഈ ബൾബ് മണ്ണിനടിയിൽ പോയിട്ടില്ല, നോക്കണേ. ഇത് മണ്ണിനടിയിൽ പോയിട്ടില്ല, വേര് മാത്രമേ മൂടിയിട്ടുള്ളൂ. ഇത് നിൽക്കുന്നത് ശരിക്ക് ഈ വടിയാലാണ്, നമ്മൾ നട്ടത്തിലല്ല നിൽക്കുന്നത്. ഇനി ഞാനിതിൽ ചപ്പും കൂടെ വാരിയിട്ടിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കണ്ടോ ചപ്പ് വാരിയിട്ടിട്ടുണ്ട് ചുവട്ടിൽ. ചപ്പ് വാരിയിട്ടാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം തല്ലാതിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അടിയിൽ നന്നായിട്ട് വേര് പൊട്ടും, പുതിയ വേരുകൾ പൊട്ടും. മണ്ണിൽ നിന്ന് ഒരു 3-4 ഇഞ്ചെങ്കിലും പൊക്കി വേണം നിർത്താനായിട്ട് കേട്ടോ. തടം ഒരു റൗണ്ടിൽ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ പൊക്കി റൗണ്ട് ഷേപ്പിലാക്കുവാണെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞ് പോകാതിരിക്കും. ഓക്കെ, താങ്ക് യു.